എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മളുടെ യൂട്യൂബിലേക്ക് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് നമ്മളുടെ പപ്പിയുടെ അപ്ഡേറ്റ് തരാൻ പോവുകയാണ്. ഇവന് നമ്മൾ പേരിട്ടിരിക്കുന്ന റാക്കിയാണ്. റാക്കിയുടെ അപ്ഡേറ്റാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ വിട്ടായിരുന്നു. ഇന്ന് അവനെ വീണ്ടും ഞങ്ങൾ വയമ്പും മഞ്ഞപ്പൊടിയും പിന്നെ വേപ്പെണ്ണ എല്ലാം ചേർത്ത് നല്ല കുഴച്ച് ഇവനെ തേച്ച് 2 മണിക്കൂർ ഇവനെ വെയിലത്തിട്ടിട്ട് നമ്മൾ കുളിപ്പിച്ചെടുത്ത് കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. അവനപ്പോൾ ഭയങ്കര സന്തോഷത്തിലും കളിയിലുമാണ്. ഞാൻ അന്നേ പറഞ്ഞല്ലോ, കടിക്കാൻ ഇപ്പോഴും ഞങ്ങൾ ചെറുതായിട്ട് ഈർക്കിലെടുത്ത് അടി കൊടുത്തതിന് ശേഷം സകലം കടി കുറച്ചിട്ടുണ്ട് നമ്മളടുത്ത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടിക്കും. ഇപ്പോഴെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അന്ന് ഞങ്ങളവിടെ വിളയാടെയാണ്. എൻ്റെ കൂടെ വിളയാടിക്കൊണ്ടിരുന്നു. ഞാൻ അതിനെ എടുത്ത് വിജീഷിൻ്റെ കൊടുത്ത് അവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാൻ അവൻ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഭക്ഷണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇപ്പോഴും ഞങ്ങൾ ചോറും മീനും കൊടുക്കാൻ തുടങ്ങി. മീൻ നന്നായിട്ട് കഴിക്കാൻ ഭയങ്കര അവന് ഇഷ്ടമുള്ള ഭക്ഷണമാണ്. എൻ്റെ ഫേവറേറ്റ് വന്ന് ഫിഷാണ്. ഫിഷ് നിറയെ കഴിക്കും. ഞങ്ങൾ ചോറിൻ്റെ കൂടെ ഫിഷും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുളിച്ച സന്തോഷത്തിൽ കിടന്ന് കളിക്കുകയാണ്. ഇപ്പോഴും അവൻ്റെ ദേഹത്ത് മറ്റ് ചെള്ളൊന്നുമില്ല. ഞാൻ പറഞ്ഞ 2 പ്രാവശ്യം, ഇത് 2ാമത് പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വേപ്പെണ്ണ പിന്നെ മഞ്ഞപ്പൊടി വയമ്പ് ചേർത്തിട്ട് കുളിപ്പിക്കുന്നത്. 2ാമത് പ്രാവശ്യം. ചെള്ളുപോലും ഇപ്പോൾ ശരീരത്തിലില്ല. പക്ഷേ അവന് ചെറിയ ചൊറിഞ്ഞ് കഴുത്തിൻ്റെ അവിടെ ചെറുതായിട്ട് പൊട്ടിയ പോലെ തോന്നുന്നുണ്ട്. അതിന് ഞങ്ങൾ ഹൈമക്സ് വാങ്ങിച്ചിടാമെന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെ അവൻ നല്ല ജാളിயாக കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വയറ് നിറഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ ഇതുപോലെ താഴെ ഞങ്ങളിട്ടിങ്ങനെ ഫ്ലോർ മാറ്റിൽ വന്നേ കിടക്കുകയുള്ളൂ. പിന്നെ ഇപ്പോഴും നേരത്തെ പോലെയൊന്നുമില്ല. യൂറിൻ പാസ് ചെയ്യാൻ വെളിയിൽ പോകുന്നുണ്ട്. അതുപോലെ മോഷനും വെളിയിൽ പോകും. നമ്മൾ കൊച്ചിലെ എങ്ങനെ പപ്പിയെ പഠിപ്പിക്കുന്നു അതുപോലെ അവർ ഇതായി വരും. പിന്നെ ആഹാരത്തിനടുത്ത് മീൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും. നിന്നിട്ട് മീൻ അവന് കൊടുത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവൻ ബാർക്ക് ചെയ്യും. അങ്ങനെ ഒരിതുണ്ട്. നോക്കാം എങ്ങനെ വളർന്നു വരുമെന്ന്. അഗ്രസീവാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞാൽ പിന്നെ നല്ല ബോണൊക്കെ നല്ല സ്ട്രോങ് ബോണാണ്. നോക്കാം ഫ്യൂച്ചർ അപ്ഡേറ്റ് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന്. പക്ഷേ അടുത്ത് ഞങ്ങൾ ഇരയ്ക്ക് മരുന്ന് കൊടുത്തായിരുന്നു. അടുത്ത 15 ദിവസം കഴിഞ്ഞ് കൊടുക്കണം. ഇനി വരുന്ന 8-ാം തീയതി ഞങ്ങൾ ഇരയ്ക്ക് മരുന്ന്. കാരണം ഇരയ്ക്ക് നമ്മൾ ഏത് പപ്പിക്കായാലും 15 ദിവസം ആകുമ്പോഴേ ഇരയ്ക്ക് മരുന്ന് കൊടുക്കണം. ഇത് ഞങ്ങൾ 15 ദിവസമാകുമ്പോൾ നമുക്കറിയില്ല. കാരണം നമ്മളെ കയ്യിൽ കിട്ടിയപ്പോഴേ കുറച്ച് ലേറ്റായാണ്. എത്ര ഇതൊന്നും അറിയില്ല. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ കിട്ടിയ പിറ്റേ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ ഇതിന് പപ്പിക്ക് ഇത് ഇരയ്ക്കുള്ള മരുന്ന് കൊടുത്തായിരുന്നു. അടുത്ത ഡോക്ടറിൻ്റെ നിർദ്ദേശപ്പടി അടുത്ത 8-ാം തീയതി ആകുമ്പോൾ 15 ദിവസം പൂർത്തിയാവും. അടുത്ത് ഞങ്ങൾ ഇതിന് മരുന്ന് കൊടുക്കും. ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. ഇരയ്ക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം ഈ ഇരയ്ക്ക് മരുന്ന് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ ഇത് ഇൻറ്റേർണൽ ഇഷ്യൂ മാത്രമല്ല, എക്സ്റ്റേണലിലും ചെറിയ പുണ്ണുകളൊക്കെ വരും. അതായത് ദേഹത്ത് ചിരങ്ങ് ഇതൊക്കെ വരുന്നതിൻ്റെ ഈ ഇരയുടെ ഇതുണ്ടെങ്കിൽ എക്സ്റ്റേണലിലും വരും. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു വലിയ ഡാഗുണ്ട്, ഡിനോ എന്ന്. അവനെ കാണാത്തവർ ഞങ്ങളുടെ യൂട്യൂബിൽ ചെന്ന് കാണുക. അതിൽ ഇതുണ്ട്, അവൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവനിതുപോലെ അവന് ഇപ്പോൾ ഇരയ്ക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം പുറത്തുള്ള ചെറുതായിട്ട് അതായത് ഹെയർ വന്നിട്ട് പൊഴിഞ്ഞിട്ട് ആ സ്ഥലത്തിൽ ചെറുതായിട്ട് ചെറിയ പുണ്ണ് പോലെയൊക്കെ വരും. അപ്പം ഞാൻ ഇരയ്ക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം എല്ലാം ക്ലിയറായി. ഇത് ഈ കുളിപ്പിക്കുമ്പോൾ 2 പേരെയും ഞാൻ ഈ മരുന്ന് ഇട്ട് കുളിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം രണ്ടാഴ്ചക്കകത്ത് 2 ദിവസമായി കുളിപ്പിച്ചാലും. മാസത്തിൽ ഒരു ദിവസം കുളിപ്പിച്ചാലും മതി. ഇങ്ങനെയുള്ള ഇല്ല കുളിപ്പിക്കുന്നത് നമ്മൾ ആഴ്ചയിൽ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കുളിപ്പിക്കാം. പക്ഷേ ഇതുപോലെ വയമ്പും മഞ്ഞപ്പൊടി പിന്നെ വേപ്പെണ്ണയൊക്കെ ചേർത്ത് ഈ മരുന്ന് ഐറ്റം ചേർത്ത് കുളിപ്പിക്കുന്നത് മാസത്തിൽ ഒരു ദിവസം കുളിപ്പിച്ചാൽ ഏത് ഡാഹായാലും അത് കുറച്ച് നന്നായിരിക്കും. കാരണം ദേഹത്ത് ഈ ചെറിയ ഉണ്ണികൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും വരില്ല. അവർക്കാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന സാധനം പെറ്റാണ്. അവർ നമ്മൾ കാണുന്ന നമ്മൾ പിള്ളേരെടുത്ത് കളിക്കുമ്പോൾ അവർ നമ്മളെടുത്തിട്ട് കളിപ്പിക്കും. നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അവൻ്റെ കളി നോക്കി എങ്ങനെയാണെന്ന് ഫ്യൂച്ചർ അപ്ഡേറ്റുകൾ ഞാൻ ചെയ്യാം. അടുത്ത 8-ാം തീയതി ഇവനെ ഇരയ്ക്ക് മരുന്ന് കൊടുത്തതിന് ശേഷം അതുവരേക്കും ഇവൻ്റെ വളർച്ച എന്താണെന്ന് ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.